ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. 10 കന്യകമാരുടെ ഉപമയാണ് ഇന്ന് തിരുവചനം നമ്മളെ ധ്യാനിക്കാനായിട്ട് ഏൽപ്പിക്കുന്നത്. 5 പേർ വിവേകമതികളും 5 പേർ വിവേകശൂന്യകളും. വിവേകമതികൾ സമയബന്ധിതമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. വിളക്കിൽ തെളിക്കാനുള്ള എണ്ണ അവർ കരുതി വെച്ചു. മണവാളൻ വന്നപ്പോൾ എണ്ണയൊഴിച്ച് വിളക്ക് തെളിച്ച് അവർ മണവാളനെ എതിരേറ്റു. വിവേകശൂന്യകൾ എല്ലാം ക്രമം തെറ്റിച്ചാണ് ചെയ്തത്. അവരുടെ വിളക്കുകളിൽ എണ്ണ തീർന്നുപോയി. ഒരുപക്ഷെ അവർ വിളക്കുകൾ കെടുത്തി വെച്ചിട്ടുണ്ടാവില്ല. വീണ്ടും നിറയ്ക്കാൻ എണ്ണ അവരുടെ കയ്യിലില്ലാതെ പോയി. അവർ വിവേകമതികളോട് ചോദിച്ചു, ഞങ്ങൾക്ക് എണ്ണയിൽ കുറച്ച് കടം തരുമോ? സ്വാഭാവിക നീതിയെന്നോ മാനുഷിക പരിഗണനയോ എന്നൊക്കെ പറയാവുന്ന ഒരു ചോദ്യമാണ്. നിങ്ങളുടെ കയ്യിൽ എണ്ണയുണ്ടല്ലോ, ഞങ്ങളുടെ പാത്രങ്ങളിലും കൂടെ ഞങ്ങളുടെ വിളക്കുകളിൽ കൂടെ ഒഴിക്കാൻ നിങ്ങൾ ഞങ്ങളുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്യണം. ഇല്ലാത്തവനുമായി പങ്കുവയ്ക്കണമെന്ന് പഠിപ്പിച്ച ഈശ്വനാഥൻ ഈ കഥ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മോട് പറയുന്നത് നമ്മൾ വിവേകമതികളെ പോലെ ആകണമെന്ന്. പലപ്പോഴും പല കാര്യങ്ങളിലും ജാഗ്രതക്കുറവ് കാണിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടത്തിന് ഈ തിരുവചനം നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. കടമകൾ കൃത്യമായി നിർവഹിക്കാൻ മറന്നു പോകുന്നു. നാളെയെക്കുറിച്ചുള്ള കരുതലുകൾ നഷ്ടപ്പെടുന്നു. ഇന്നിൻ്റെ താളത്തിനൊത്ത് ഇന്നിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുക. നാളെ എന്തായി തീരും എന്നതിനെക്കുറിച്ച്, നാളത്തെ ദിനത്തെക്കുറിച്ചുള്ള യാതൊരു ആകാംക്ഷയും അതിൻ്റെ വരുംവരായികളെക്കുറിച്ചുള്ള വിവേകപൂർവമായ ചിന്തയുമില്ലാത്ത ജീവിതം. എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറ് പോലുള്ളൊരു ഈ ജീവിതം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ച ഒരു ചിന്തയാണ്, ഇന്നിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുക. നാളെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നാളെ നിന്റെ വിഷയമല്ല. ഇത് ക്രിസ്തീയ പ്രബോധനമല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നാളേക്ക് വേണ്ടിയുള്ള ജീവിതമാണ്. നാളെ സുന്ദരമായി മനോഹരമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്നിൻ്റെ താളം അതിനൊത്ത് ജീവിച്ചാൽ നാളെ നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വരും. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. ഇത് നമ്മളെ പഠിപ്പിച്ചത് മലയാളത്തിൻ്റെ മനസാക്ഷിയാണ്. നാളെ നമ്മുടെ മുമ്പിൽ ചോദ്യചിഹ്നങ്ങളാകാതെ വരുമ്പോൾ, നാളെ നമ്മുടെ മുമ്പിൽ ആശങ്കകളായി മാറാതെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥവും താളവും നഷ്ടപ്പെടും. ഈ ലോക ജീവിതം എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ അതങ്ങ് തീർന്നോളും എന്ന് വിശ്വസിക്കുമ്പോൾ ദൈവത്തോടൊത്തുള്ള അനന്തതയുടെ നിത്യതയുടെ സ്വർഗരാജ്യ പ്രവേശനം നമുക്ക് അന്യമായിട്ട് തീരും. പ്രിയപ്പെട്ടവരെ, നമുക്കതുകൊണ്ട് ഇന്നിനു വേണ്ടി മാത്രം ജീവിച്ചാൽ പോരാ. നാളത്തെ ദിനം ശുഭകരമാകാൻ വേണ്ടി ഇന്നേ കോപ്പുകൾ കൂട്ടിവെക്കാൻ, നാളത്തെ ദിനം ശോഭനമാകാൻ ഇന്നേ പരിശ്രമം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അന്ത്യവിധി നാളില് വാനമേഘങ്ങളിൽ അവൻ എഴുന്നള്ളി വരുമ്പോൾ അവൻ്റെ വലതുഭാഗത്ത് നിൽക്കാൻ എനിക്ക് സാധിക്കുന്നത് അന്ന് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല, ഇന്ന് ഞാൻ ജീവിച്ചു തീർക്കുന്ന ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നാളത്തെ ദിനം
നമുക്കേറെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നാളേക്ക് വേണ്ടി കരുതലുകളുള്ളവരാകാൻ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ നിന്ന് സ്വർഗം ലക്ഷ്യമാക്കി നീങ്ങാനുള്ള നിയോഗം നമുക്കുണ്ട് എങ്കിൽ ആ സ്വർഗരാജ്യ പ്രവേശനത്തിന് തടസ്സമായി നിൽക്കുന്ന മേഖലകളിൽ നിന്നൊക്കെ വിമുക്തി നേടി നന്മയുടെ പ്രവാചകരായി നന്മ മരങ്ങളായി രൂപാന്തരപ്പെടുവാൻ നമുക്ക് സാധിക്കണം. വിവേകത്തോടു കൂടി ജീവിതത്തെ കാണാൻ നമുക്ക് സാധിക്കട്ടെ. നീ ഞങ്ങളുടെ തെരുവുകളിൽ പഠിപ്പിച്ചല്ലോ, ഞങ്ങളോട് നീ പ്രബോധനങ്ങൾ നൽകിയല്ലോ, ഞങ്ങളുടെ ഇടയിൽ നീ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴും കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളെ അറിയില്ലെന്ന്. അങ്ങനെ പറയാതിരിക്കണമെങ്കിൽ നമുക്ക് അവന് പ്രിയപ്പെട്ടവരായി മാറാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.